വെട്ടി നുറുക്കി കഷ്ണമാക്കിയിട്ട് പായയിൽ കെട്ടിപ്പൊതി പുഴയിലേക്ക് എറിയാനുള്ള പരിപാടിയായിരുന്നു അവർക്ക്. ഇവരോട് ചോദിച്ചു, 3 പണ്ഡിതന്മാരോടും, നിങ്ങൾക്ക് എന്താണ് അവസാനമായിട്ട് ആവശ്യമുള്ളത്? വെള്ളം കുടിക്കണോ? വേണ്ടാന്ന് പറഞ്ഞു. നമസ്കരിക്കണോ വെച്ച് വേണമെന്ന് പറഞ്ഞു. ഇവര് തന്നെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലേക്ക് അവരെ ആളുകളെ കൂട്ടിയിട്ട് തന്നെ കൊണ്ടുപോയി നമസ്കാരം നിർവഹിച്ചു. പണ്ട് ഉബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊലക്കാരിലെ കൊണ്ടുപോകാൻ ഒരുങ്ങിയ അവസരത്തിലും നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അവസരത്തിൽ പറഞ്ഞതുപോലെ തന്നെ, മരണത്തെ ഞാൻ ഭയപ്പെടുമെന്ന് നിങ്ങൾ നിങ്ങൾ സംശയിച്ചു പോകുന്നു എന്നെനിക്ക് ഭയമില്ലായിരുന്നുവെങ്കിൽ എന്റെ അവസാനത്തെ നമസ്കാരം ഞാൻ നീട്ടി നമസ്കരിക്കുമായിരുന്നേനെ എന്ന് ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞതുപോലെ എന്റെ പിതാവും 2 റക്അത്ത് നമസ്കാരം ചുരുക്കി നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവെ, നിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, നിന്റെ ദീനാണ് ഞങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്, അക്കാരണത്താലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കാൻ അർഹലൻ നീ തന്നെയാണ് പടച്ചോനെ, നീ രക്ഷിക്കണേ റഹ്മാനെ. പടച്ചോന്റെ അനുഗ്രഹം, പ്രാർത്ഥനക്കുത്തരം അവിടെ തന്നെ കണ്ടിറങ്ങി. മരണം മുന്നിൽ കണ്ടുവരുന്നതിന് അവസരത്തിൽ അതാ പാഞ്ഞു വരുന്നു പോലീസിന്റെ ജീപ്പ്. എങ്ങനെ എന്റെ പിതാവ് സ്വതന്ത്ര പ്രസ്ഥാനത്ത് പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. ആ സ്റ്റേജിൽ വെച്ച് കണ്ടു പരിചയമുള്ള ഒരു അമുസ്ലിം, ഒരു ക്രിസ്തീയ യുവാവ്, ഇതെന്തോ ഒരു നിഗൂഢമായ സംഗതിയാണ്, ഒരു ദുരൂഹത ഇതിന്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറെ അകലെയുള്ള ഒരു വീട്ടിലേക്ക് ഓടിപ്പോയി അവിടെ എത്തിയിട്ട് എക്സൈക്ക് ഫോൺ വിളിക്കുകയും അത് പ്രകാരം അള്ളാഹുവിന്റെ പടച്ച തമ്പുരാന്റെ അനുഗ്രഹത്തോടുകൂടി മാത്രം മരണം മുന്നിൽ കണ്ടുവരുന്നവർക്ക് പോലീസിന്റെ ജീപ്പ് വരുന്നത് കാണാൻ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അത്രത്തോളം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം സഹിച്ച പണ്ഡിതന്മാരായിരുന്നു പഴയ കാലത്തുള്ള ഇസ്ലാഹി പ്രവർത്തകർ. അവരാരും തന്നെ കൂടോത്രം ചെയ്താൽ അതുകൊണ്ട്, കുട്ടിച്ചാത്തനയച്ചാൽ അതുകൊണ്ട് രോഗം ഉണ്ടാകുന്നു, കുടുംബം നശിക്കുമെന്നോ, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റുമെന്നോ, എന്തെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നോ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. മുജാഹിദ് വിഭാഗത്തിൽ ജനിച്ച ഇത്രയും കാലം ജീവിച്ച ആർക്കും അങ്ങനെ അവകാശപ്പെടാനുമില്ല. ഇനി ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ മഹത്വമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരെയാണ് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്? ആരോടാണ് ചോദിക്കേണ്ടത്? ആരോടാണ് സഹായം അഭ്യർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അള്ളാഹുവിനുള്ള അർഹത എന്താണ് എന്ന് ഖുർആൻ തന്നെ അക്കമിട്ട് നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നു, ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദൂഹു വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. സൂറത്ത് അൻആമിലായിട്ട് ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികെ ആരാധനക്കർഹൻ ആരും തന്നെ ഇല്ല, ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളെയും അവനാണ് സൃഷ്ടിക്കുന്നത്, ഫഅബ്ദൂഹു, അവനെ നിങ്ങൾ ആരാധന ചെയ്യുക, വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ, എല്ലാ കാര്യങ്ങളെയും അവൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. വിധികർത്താവ്, എല്ലാറ്റിനും വിധികർത്താവ് അവനാകുന്നു, അള്ളാഹു ആകുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം ഒന്ന് നോക്കാനാണ് ഖുർആൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിക മിമ്മാ ദാഫിഖ്, മനുഷ്യൻ അവൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കട്ടെ. തെറിച്ചു വീഴുന്ന ഒരു ജലത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജലം എങ്ങനെയാണ് സ്ത്രീയുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ എത്തിയിരിക്കുന്നത്? ഖുർആൻ പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൂറത്ത് മുഅ്മിനൂനിലെ ആയത്ത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. മണ്ണിലടങ്ങിയ ജൈവപദാർത്ഥങ്ങൾ വേരിലൂടെ ചെടികൾ വലിച്ചെടുക്കുന്നു, അതിന്റെ കായ്കളും കനികളും ഭക്ഷണമായിട്ട് മനുഷ്യർ ഉപയോഗിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ വെച്ച് ദഹിച്ചിട്ട് ഒരു ഭാഗം രക്തമായി മാറുന്നു. അതിൽ നിന്ന് ഇന്ദ്രിയം എന്ന് പറഞ്ഞ നുത്ഫത്ത് ഉടലെടുക്കുന്നു. സ്ത്രീ പുരുഷ സംസർഗത്തിലൂടെ മാതാവിന്റെ ഗർഭാശയത്തിൽ അത് കിടക്കുന്നു. ആഴ്ചകൾക്കകം അതൊരു ഗുണമായി മാറുന്നു. ഗുണം മാംസക്കട്ടയാകുന്നു, മാംസക്കട്ട എല്ലുകളാകുന്നു, എല്ലുകൾ വീണ്ടും മാംസം കൊണ്ട് പൊതിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു പൂർണ്ണ ശിശുവായി രൂപാന്തരം പ്രാപിക്കുന്നു. പടച്ച തമ്പുരാൻ നിർണയിച്ച സന്ദർഭം എത്തുമ്പോൾ അത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ തീരുമാനം, കൽപ്പന. ഇതിലൊന്നും കൈകടത്തുവാൻ ഒരു ജാറത്തിൽ കിടക്കുന്ന കുപ്പസ്വാമിക്ക് കഴിവില്ല, ഏതെങ്കിലും വല്ല വലിയകൾക്ക് കഴിവില്ല, തങ്ങന്മാർക്ക് പങ്കില്ല, ആർക്കും ഒരുത്തർക്കും പങ്കില്ല. ഇത് നോക്കൂ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ ഈ യന്ത്രം ലോകത്തിലെ മഹാത്ഭുതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാകുന്നു നമ്മൾ എന്ന് പറഞ്ഞ ഈ യന്ത്രം. നമ്മ ശരീരത്തിന്റെ
നിയന്ത്രിക്കുന്നത് തന്നെ ഈ മുഷ്ടി, ഈ കൈ എങ്ങനെ ചുരുട്ടിപ്പിടിച്ചാൽ എത്ര വലിപ്പുണ്ടോ അതിന് മാത്രം വലിപ്പത്തുള്ള ഹൃദയം എന്ന് പറഞ്ഞ ഒന്നാണ്, ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. മാതാവിന്റെ ഗർഭാശയത്തിൽ തുടങ്ങിയിട്ട് അത് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എത്ര അന്ധവിശ്വാസികളാണെങ്കിലും ശരി, എത്ര ഐക്കല്ലും ഉറുക്കും കുടിക്കുന്നവളാണെങ്കിലും ഇടയ്ക്കെങ്കിലും ഒന്ന് ഡോക്ടർക്ക് കൊണ്ടുപോകും ഗർഭിണിയായ പെണ്ണിനെ. അവിടെ ചെന്നാൽ ഡോക്ടർ ഒരു സാധനം നമ്മളെ പള്ളമ്പം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം കുട്ടിയുടെ ഹൃദയമിടിപ്പ് ഇങ്ങനെ. അന്നു മുതൽ ഈ ഹൃദയം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മിനിറ്റിൽ 72 പ്രാവശ്യം അത് മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം അതങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിന്റെ ഡ്രൈവർ എന്നുള്ള ഒരു പേരിലാണ് ഹൃദയത്തെ കുറിച്ച് അറിയപ്പെടുന്നത്. ആയുഷ് കാലഘട്ടത്തിനിടയ്ക്ക് 152 മില്യൺ ലിറ്റർ രക്തം ഹൃദയം പമ്പ് ചെയ്യുകയാണ്. ശരിക്കും മനസ്സിലാക്കണം, 152 മില്യൺ ലിറ്റർ രക്തം അതങ്ങനെ പമ്പ് ചെയ്യുന്നു. ഒരു ടാങ്കർ ലോറിയിൽ നിറക്കിയാടുന്നുണ്ടെങ്കിൽ 10,000-ത്തിലധികം ടാങ്കർ ലോറിയിൽ നിറക്കാൻ ഒരു മനുഷ്യന്റെ ആയുഷ് കാലഘട്ടത്തിനിടയ്ക്ക് അവന്റെ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തമുണ്ടായിരിക്കുമെന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നിട്ടും ഹൃദയം ക്ഷീണിക്കുന്നില്ല, ഒരിക്കലും ക്ഷീണിച്ചിട്ടില്ല. അതിന്റെ നിയന്ത്രണം നമ്മളെ കയ്യിൽ തന്നിട്ടില്ല. കൈ അതേപോലെ ശരീരത്തിലെ അവയവമാണ്, കാല് അതേപോലെ മറ്റൊരു അവയവമാണ്, പേശികളിൽ. എന്റെ കൈ അനക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിചാരിക്കണം, അപ്പൊ കൈ പൊക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഹൃദയത്തിന്റെ ചലനം പടച്ചു തമ്പുരാന്റെ സംവിധാനത്തിന് മാത്രം വിധേയമായിക്കൊണ്ട് അങ്ങനെ അതതിന്റെ ജോലി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിലും അന്നൊന്ന് വെള്ളം മുക്കി നോക്കിയ 2 ബക്കറ്റ് മുക്കുമ്പോഴേക്ക് തളർന്ന് നമ്മൾ കുളിച്ചൊന്നും മാറ്റണ്ട, ഇന്ന് കറണ്ട് ഇല്ലാണ്, കറണ്ട് വരട്ടെ. മറിച്ച് 10,000 ടാങ്കർ ലോറിയിൽ കയറ്റാൻ പറ്റുന്ന രക്തം ഒരു മനുഷ്യന്റെ ആയുഷ് കാലഘട്ടത്തിനിടയ്ക്ക് ഹൃദയം നിരന്തരം പമ്പ് ചെയ്തുകൊണ്ടിരുന്നിട്ടും ഹൃദയം ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല, നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സർവശക്തനായ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മാത്രമാണത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികെ ആരാധനക്കർഹൻ ആരും തന്നെ ഇല്ല, ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നത് അവനാകുന്നു. പറയാൻ പഠിക്കാൻ അർഹതയുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ലഹൂ ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈ ഇലൽ മാഇ ലിയബ്ലുവ ഫാഹു വമാ ഹുവ ബിബാലിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. സൂറത്ത് റഅദിലെ 14-ാമത്തെ ആയത്ത്. ശിർക്കിന് യാഥാർത്ഥ്യം ഉണ്ടോ അല്ലേ എന്നുള്ള ഒന്നും കൂടി ഈ ആയത്ത് കേൾക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കിട്ടോ. ലഹു ദഅവത്തുൽ ഹഖ്, അവനോടുള്ളത് മാത്രമാണ് ന്യായമായ പ്രാർത്ഥന. ബദരീങ്ങളെ, വമ്പത്തങ്ങളെ, കോജാക്കന്മാരെ എന്ന് വിളിക്കുന്ന പ്രാർത്ഥനയല്ല ന്യായമായ പ്രാർത്ഥന. അല്ലാ പടച്ചോനെ, തമ്പുരാനെ, റബ്ബെ എന്ന് വിളിക്കുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന. അപ്പൊ ശിർക്കിന് യാഥാർത്ഥ്യം ഉണ്ടോ അല്ലേ? നിങ്ങൾ പറയും, ബദരീങ്ങളെ, വമ്പത്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് യാഥാർത്ഥ്യം ഉണ്ടോ? പടച്ചോൻ എന്തേ പറഞ്ഞേ? ലഹൂ ദഅവത്തുൽ ഹഖ്, അവനോടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥമായ പ്രാർത്ഥന. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവനെ വിട്ടിട്ട് ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു നിലക്കും അവൻ ഉത്തരം ചെയ്യുകയില്ല. ഏതു പ്രകാരത്തിൽ? ഇല്ലാ കബാസിതി കഫൈലൽ മാഇ, ഒരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ വെച്ചിട്ട്, ഒരു പരന്ന പാത്രത്തിൽ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് ഒരു മനുഷ്യന് പാത്രത്തിലേക്ക് നാക്ക് തൊടാതെ ഇവിടെ അങ്ങനെ നിന്നിട്ട് നാളെ വെച്ചുക. പാത്രം എവിടെയാണ്? വെള്ളപ്പാത്രം സ്റ്റാൻഡുമല. എന്റെ നാവ് എവിടെയാ? വെള്ളത്തിലേക്ക് എത്താതെ ഇങ്ങനെ നാക്കിങ്ങനെ നീട്ടുന്നത് പോലെയാണ്. ഒമാഹുവ ബിബാലിഹി, ആ വെള്ളം ഒരിക്കലും പാത്രത്തിൽ നിന്ന് അവന്റെ നാക്കിലേക്ക് വായിലേക്ക് വന്നെത്തുകയില്ല. ഒമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, അവിശ്വാസിയുടെ പ്രാർത്ഥന നഷ്ടമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ശിർക്കിന് യാഥാർത്ഥ്യം ഉണ്ടോ? ബദരീങ്ങളെ, അമ്പർത്തങ്ങളെ, വജാക്കന്മാരെ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് വല്ല മെച്ചുണ്ടോ? പടച്ചോന് വല്ല ദോഷം വരുന്നുണ്ടോ? അള്ളാന്റെ അടിമകൾ ഇങ്ങനെ മറ്റുള്ളവരെ പഠിപ്പുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇല്ല. ഇനി പ്രാർത്ഥിക്കുന്നതിന് വല്ല മെച്ചും കിട്ടാനുണ്ടോ? നേർച്ച നേർന്ന് ഞാറത്തേക്ക് നമ്മള് അള്ളാഹ്ക്ക് വല്ല പുതുമയുണ്ടോ? അതുകൊണ്ട് നമ്മളൊക്കെ കൂടി കാസർഗോഡുള്ള ഞാറത്തേക്ക് ഒക്കെപ്പാടുകൾ നേർച്ചേർന്ന് അള്ളാഹ്ക്ക് വല്ല പുതുമ അതുകൊണ്ടുണ്ടോ? ഇല്ല. നഷ്ടം വരാനുണ്ടോ? നിങ്ങൾക്ക് വല്ല ഗുണവും കിട്ടാനുണ്ടോ? ആഹർത്തിക്കോ ദുനിയാവുക്കോ? ഇല്ല. അതാണ് ഇസ്ലാം മതം പഠിപ്പിച്ചിരിക്കുന്നത്. നഷ്ടമല്ലാതെ മറ്റൊന്നുമല്ല.
വെള്ളം. അതുകൊണ്ട് ചെറുക്ക് അടിച്ചോനെന്തിരെ ഇതാക്കി അതേപോലെ തന്നെ തീർന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടണ്ട. കാരണം അള്ളാഹു ഒഴികെ സൃഷ്ടികർത്താവില്ല. അള്ളാഹുവിന് ഇതിലൊക്കെ കഴിവുണ്ടായത് അള്ളാഹു സൃഷ്ടികർത്താവാണെന്നുള്ളത് കൊണ്ടാണ് കാര്യം. അതുകൊണ്ട് ആ സൃഷ്ടികർത്താവായ അള്ളാഹുവിനാണ് ഇബാദത്തുകളും ആരാധനയും ചെയ്യേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആദ്യ നാള് മുതൽ, അതിന്റെ ജനിച്ച നാള് മുതൽ ഇന്നേ വരെ മനുഷ്യരോട് പ്രബോധനം ചെയ്ത സ്രഷ്ടാവിന്റെ സന്ദേശം അത് തന്നെയാണ്. മനുഷ്യരെ നിങ്ങൾ വിഷമങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. വക്കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞു, ഉദ്ഊനി നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി എനിക്ക് ആരാധന ചെയ്യുന്നതിൽ ആരാണോ അഹന്ത കാണിക്കുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ അവർ നിന്നരായിട്ട് നരകത്ത് പ്രവേശിക്കുന്നതാണ്. സൂറത്ത് ഗാഫിറിലായത്ത്. അള്ളാഹുവിന്റെ സന്ദേശം അവന്റെ അടിമകളോടുള്ളത് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴും സന്തോഷമുള്ള സന്ദർഭത്തിലും സന്താപമുള്ള അവസരത്തിലുമെല്ലാം അള്ളാഹുവിലേക്ക് തവക്കൽ വെക്കുക, അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം അവൻ നമ്മുടെ സൃഷ്ടികർത്താവാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു പരമാണുവിന്റെ വരെ സൃഷ്ടികർത്താവ് അവനാണ്, അതിനെ നിയന്ത്രിക്കുന്നത് അവനാണ്. അതുകൊണ്ട് പടപ്പിന്റെ വിളി കേൾക്കാനും ഉത്തരം ചെയ്യാനുള്ള കഴിവും അള്ളാഹുവിന് മാത്രമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അഴകുള്ള ആയാത്തിന് അള്ളാഹുന്റെ റസൂലി ആയത്തിന്റെ പറഞ്ഞു. ഖുർആനിലുള്ള ആയത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുകൾ. ഈ ശ്രേഷ്ഠമായ ആയത്തുകൾ അതിനർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു അടിമ രാത്രി കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അത് ചൊല്ലിക്കൊണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് പിശാചിൽ നിന്ന് രക്ഷ നേടാം എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിരുന്നു. അർത്ഥം മനസ്സിലാക്കണം. എന്താണ് അർത്ഥം, എന്താണ് ആശയം എന്നുള്ളത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അവനൊഴികെ ആരാധനക്ക് അർഹൻ ആരും തന്നെ ഇല്ല. ഇനി അതിന്റെ കാരണങ്ങളാണ് നിരത്തി വെക്കുന്നത്. ഹയ്യുൽ ഖയ്യൂം അവൻ എന്തെന്നും ജീവിച്ചിരിക്കുന്ന ഹയ്യൂമാണ്. ഖയ്യൂം എന്നൊന്നും നിലകൊള്ളുന്നവനാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം ലാ തഖുദുഹു അവനെ പിടികൂടുന്നില്ല. സിനത്തും മയക്കം, വലാ നൗം അല്ലാഹുവിന് മയക്കവുമില്ല, മയക്കവുമില്ല, ഉറക്കവുമില്ല. മനുഷ്യന്റെ പ്രധാനപ്പെട്ട എത്ര വലിയവനാണെങ്കിലും ശരി അവന്റെ ഒരു സ്വഭാവമാണത്. ഉറക്കവും മയക്കവും ഉണ്ടെന്ന്. അള്ളാഹുവിന് അത് രണ്ടുമില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ആകാശഭൂമികളിലുള്ള എല്ലാം അവനുള്ളതാണ്. മൻ ദല്ലദി യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി അവന്റെ അനുവാദപ്രകാരമല്ലാതെ അവന്റെ അരികിൽ ശുപാർശ പറയുവാൻ ആരുണ്ട്? ഇല്ലാ ബിഇദ്നിഹി له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء يعلم ما بين أيديهم وما خلفهم അവരുടെ മുമ്പിലുള്ളതും അവന്റെ